സംഖ്യാപുസ്തകം നടത്തി. ഹല്ലേലൂയ. 23-ാം അധ്യായം വായിക്കേണ്ട വാക്യമാണ് 22-ാമത്തെ വാക്യം. സ്തോത്രം. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 23 വേഴ്സ് 22. ദൈവം അവരെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവരുന്നു. ആ പദം കണ്ടോ? ദൈവം അവരെ. ഈ വാക്യത്തിന് ആമീൻ പറയണം. നിങ്ങൾ പറയണം, നിങ്ങളെ കൊണ്ടുപോകുന്നത് ദൈവമാണ്. കണ്ടോ? നിന്നെ എതിർക്കുന്ന ശക്തികൾ എവിടെ ഉണ്ടെങ്കിലും ദൈവമാണ് നിന്നെ നടത്തുന്നേ. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടിരുന്നു. അടുത്ത കേട്ടോ, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. അവര് ബലഹീനരാൽ നല്ല എഴുതിയേക്കുന്നേ. അവർക്ക് എന്തോ ഉണ്ട്? കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്നെ കുറിച്ച് അറിയേണ്ടത് നിന്റെ വീട്ടിൽ കാറുണ്ടെന്നല്ല അറിയേണ്ടത്, നിന്നിൽ ആത്മീക ബലമുണ്ടെന്നാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. അടുത്ത കേട്ടോ, 23. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. അതുകൊണ്ട് എത്ര പേര് ആഭിചാരം ചെയ്താലും ഇവർക്ക് പറ്റുകയില്ല. അതിന്റെ കാരണം എന്താ? ഇവരെ ദൈവം കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. ചിലര് വെറുതെ പൈസ മുടക്കുക, ഒന്നും നടക്കത്തില്ല. അതിന്റെ കാരണം എന്താ? നിന്നെ ദൈവം കൊണ്ടുവരുക. നിന്റെ അകത്ത് കാട്ടുപോത്തിന് തുല്യമായ, പഴയ നിയമത്തിലാ, പഴയ ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ തെളിയിക്കാം. അവർക്ക് കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. നിനക്ക് വേണ്ടി പണി തുടങ്ങിയ പലരും പണി കിട്ടി പെരയ്ക്കകത്ത് കയറിയിരിക്കുക. ഇപ്പൊ അതിന്റെ കാരണം എന്നാന്നറിയോ? അവര് പറയുന്ന അവർക്ക് അടുക്കാൻ വയ്യാത്തൊരു ബലം ഇവർക്കുണ്ട്. ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ടവരോട് ഞാൻ പറയാം, അല്ലെ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയൊരു പദമാണ് ബലം എന്ന പദം. അല്ലല്ലേ, ഇന്ന് ഇവിടുന്ന് പോകുമ്പം ബലപ്പെട്ടിട്ടേ പോകാവൂ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടത്തില്ല. കാരണം അവൻ ബലപ്പെട്ടിരിക്കുക. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു പുതിയ ബലം ദൈവത്തിന് സ്വീകരിക്കണം. നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യിക്കാനുണ്ട്. നിന്റെ സന്തതിയെക്കുറിച്ച് ചിലത് ചെയ്യിക്കാനുണ്ട്. നീ പരാജയപ്പെടേണ്ടവനല്ല. ഇന്ന് പകൽ പറയാം, നീ തോറ്റ് തല കുനിച്ചെടുത്ത് നിന്നെ ബലപ്പെടുത്താൻ പോവാ. നടക്കത്തില്ലെന്ന് വിധി പറഞ്ഞ വിഷയത്തിലൊരു ദൈവപ്രവർത്തിക്കായി നിന്നെ ബലപ്പെടുത്താൻ പോവാ. നമ്മളന്ന് 2 കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, നമ്മൾ ആ പദം ഒന്ന് പറയാൻ പോവാ. ഒരു ദൈവപ്രവർത്തിക്കായി ദൈവം എന്നെ ബലപ്പെടുത്താൻ പോവാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒന്ന് ബലപ്പെടാനായിട്ട്? നമ്മൾ ആരും ബലഹീനരായിട്ട് മുമ്പോട്ട് യാത്ര ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ദൈവത്തിൻ്റെ ഒരു സിസ്റ്റം ഞാൻ നിങ്ങളോട് പറയാം. ആദ്യം പഴയ നിയമം പറയാം, പിന്നെ പുതിയ നിയമം പറയാം. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ കണക്ട് ചെയ്തും പറയാം. സ്തോത്രം. അങ്ങനെ ആ ദൈവം ഇന്ന് ദൂത് കൊണ്ടുപോകുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വരിക. നിങ്ങൾ ശ്രദ്ധിക്കണം, അവര് ഇഷ്ടിക മാത്രം ചുറ്റി ശീലമുള്ള ഇസ്രായേൽ മക്കളാണ്. പക്ഷെ ദൈവം അവരോട് പറഞ്ഞു, ചോദിക്കാതെ പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന കനാൻ നാട് നിനക്ക് തരാം. അപ്പൊ ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരിക. വഴിയിൽ അവർ ഫേസ് ചെയ്യേണ്ട എല്ലാ തടസ്സവും ദൈവത്തിനറിയാം. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവിനെ വിളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു തടസ്സവും വരരുതെന്ന് പറയരുത്. 1000 തടസ്സം വരും. അതിനെയെല്ലാം ജയിക്കുന്നതാണ് നിന്റെ അകത്ത് പകരുന്ന ബലം. ഓ ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങൾക്ക് വലിയ ഉറപ്പ് തരുന്നൊരു ദൂതിലോട്ട് വരിക. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ദൈവമാണ് നിങ്ങളെ കൊണ്ട് നടക്കുന്നതെന്നൊരു ഉറപ്പുണ്ടോ? എത്ര പേർക്കുണ്ട്? ഒന്ന് അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ ദൈവമാണോ നിങ്ങളെ നടത്തുന്നതെന്ന് ചോദിച്ചേ. ചിരിച്ചോണ്ട് പറയാം, ചില കാര്യങ്ങളൊന്ന് പറയിച്ചിട്ട് എന്തോ ഇതിലോട്ട് വരത്തുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പ് നമ്മുടെ ബന്ധു മന്ത്രിയായോണ്ടല്ല, നമ്മുടെ ബന്ധു ഇവിടുത്തെ പോലീസിന്റെ ഹെഡ് ആയോണ്ടല്ല. നമ്മുടെ ധൈര്യം എന്താ? നമ്മളെ നടത്തുന്നത് ഒരു ദൈവമാണ്. ഒരു ആമീൻ വരുന്നില്ല. മുമ്പേ ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസനൊരു പാട്ട് സ്തോത്രം എഴുന്നേറ്റ് നിന്നപ്പോൾ പാടിച്ചു തന്നു. സ്തോത്രം. പാട്ട് ഏതാന്ന് കേട്ടോ? ഉയർത്തിടും ഞാൻ
എൻ്റെ കൺകൾ, അടുത്ത പറയാമോ, തുണയരുളും വൻകിരിയിൽ. ഹല്ലേലൂയ. എൻ സഹായം എവിടുന്ന് വരും? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ. ഈ ചിലർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. സ്തോത്രം. നിന്നെ തുടച്ചു നീക്കാനുള്ള നിഗൂഢ പദ്ധതിയും കൊണ്ടാണ് വരുന്നത്. പക്ഷെ പകുതിയും ആ പദ്ധതി ബ്ലോക്കായി പോകും. അവർ പറയുന്നത് എന്താ ഇത് മുന്നോട്ട് പോകാത്ത? പറയാം, ഇവനെ സഹായിക്കുന്ന തലം വേറെയാ. നിന്റെ എൻ്റെ ധൈര്യം എന്താ? എനിക്ക് സഹായം മനുഷ്യരിൽ നിന്നല്ല. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളാരും മന്ത്രിയുടെ വണ്ടി തടഞ്ഞിട്ടോ, സെക്രട്ടേറിയറ്റിൽ പിക്കറ്റിംഗ് നടത്തിയോ, പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തിയോ അല്ല കാര്യം സാധിച്ചിട്ടുള്ളത്. ആണോ? പറ. അല്ല, എല്ലാം 15 രൂപയുടെ ഒരു പായല. അതിന്റെ കാരണം എന്താ? ഞങ്ങളുടെ രാജാവ് വിളിച്ച വിളിപ്പുറത്തുള്ളവനാ. ഓ ഹല്ലേലൂയ. ഇന്നിവിടുന്ന് ബലപ്പെട്ട എഴുന്നേറ്റ് പോകാവൂ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില പരിഹാരം ഈ ദിവസങ്ങളിൽ നിന്റെ വീട്ടിലുണ്ട്. ഇത് ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണ്. ഓ, നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില പരിഹാരം നിന്റെ വിഷയത്തിനകത്ത് ദൈവം ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞ, ഒന്നുകൂടെ പറയാൻ, നിന്റെ ചുറ്റുപാടുകളിൽ ആർക്കും ചെയ്തിട്ടില്ലാത്ത പോലെ നിന്റെ കാര്യത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. നമുക്ക് പ്രതീക്ഷയോടെ ആയിരിക്കാം. ഇപ്പൊ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരിക ദൈവം കനാൻ നാട്ടിലോട്ട്. ഈ കൊണ്ടുവരുന്ന ജനത്തിന്, സ്തോത്രം, ഹല്ലേലൂയ, ആഴമേറിയ വിശ്വാസം വേണം. ദൈവത്തിന് നിർബന്ധമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മുഴുവൻ ഫെയ്ത്തിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അപ്പൊ ഇസ്രായേൽ മക്കളെ ദൈവം മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിലോട്ട് കൊണ്ടുവരിക. ഈ ദൈവം പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ കൂടെ ഇറങ്ങിയവൻ ദൈവം പറയുന്നത് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ കൂടെ ഇറങ്ങിയവൻ ദൈവം പറയുന്നത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. 5-ാം വാക്യം. നിങ്ങൾ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്നും രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ആര് നശിപ്പിച്ചു? ദൈവം നശിപ്പിച്ചു. കാരണം എന്തോ? വിശ്വസിക്കായികയാൽ. എന്താ പ്രശ്നം? ദൈവം വിളിച്ചു, വലിയ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ എന്ത് ചെയ്തില്ല? വിശ്വസിക്കില്ല. ഭയങ്കര അപകടമാണ്. സ്തോത്രം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ആരെ വിശ്വസിക്കണം? യേശുവിനെ വിശ്വസിക്കണം. അടുത്തിരിക്കും തൊട്ടച്ചപ്പോള യേശുവിനെ വിശ്വസിക്കണം എന്ന് പറ. ചിരിച്ചുകൊണ്ട് പറ, യേശുവിനെ വിശ്വസിക്കണം. ഓ ഹല്ലേലൂയ. അപ്പൊ വിശ്വാസക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. അവർ യേശുവിൻ ദൈവത്തെ അവിശ്വസിച്ചു, ദൂത് അവിശ്വസിച്ചു, വചനം അവിശ്വസിച്ചു, സ്വപ്നത്തെ അവിശ്വസിച്ചു, ദർശനത്തെ അവിശ്വസിച്ചു, വെളിപ്പാടിനെ അവിശ്വസിച്ചു. അതുകൊണ്ട് ദൈവം അവരെ നശിപ്പിച്ചു. സുഖമുള്ള വാക്യമൊന്നുമല്ല. എല്ലാ കാര്യത്തിനും അവിശ്വാസമൊക്കെ പറയുന്നവർ സൂക്ഷിച്ചേ പറയാവൂ. സ്തോത്രം. ഒന്ന് ചിന്തിച്ചിട്ടേ പറയാവൂ. ഇനി ഞാൻ വാക്യത്തിലോട്ട് വരിക. നിങ്ങൾ അപ്പൊ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് ദൈവം കൊണ്ടുവരുമ്പം ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ സ്തോത്രം? അപ്പം കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട്. ആഭിചാരം എന്ത് ചെയ്യത്തില്ല? ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. ഞാനൊരു കാര്യം പറയാം, ഒരു ആഭിചാരവും പറ്റുകയില്ല. നിനക്കെതിരെ എത്ര ആഭിചാരങ്ങൾ ചെയ്താലും വചനം പറയാം, ചെയ്തോട്ടെ. നാരങ്ങ വേസ്റ്റ്, കർപ്പൂരം വേസ്റ്റ്, എണ്ണ വേസ്റ്റ്, കുന്തിരിക്കം വേസ്റ്റ്. ദൈവത്തിന് സ്തോത്രം. അതൊന്നും ഫലിക്കുകയില്ല. കാരണം നിന്നെ ദൈവം കൊണ്ടുവരിക. നിന്റെ അകത്ത് പകർന്ന ബലം ദൈവത്തിന്റെ ബലമാ. അപ്പം ഈ പണിയം തീയതി രണ്ടാമത് യഹോവയുടെ പെട്ടകം ഉണ്ടായിരുന്നു. യഹോവയുടെ പെട്ടകത്തിന്റെ പേര് കേൾക്കണോ? ബലത്തിന്റെ പെട്ടകം. എന്തുവാ? സങ്കീർത്തനത്തിൽ വാക്യം വായിക്കണം. 132 സങ്കീർത്തനം 8 വാക്യം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യഹോവേ, നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. ഇച്ചിരൂടെ നല്ലതാണ്. യഹോവേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. നിന്റെ വിശ്രാമത്തിലേക്ക്. പഴയ നിയമത്തിലെ പെട്ടകത്തിന്റെ പേരാണ് ബലത്തിന്റെ പെട്ടകം. ഒന്ന് പറഞ്ഞേ, എന്തൊരു പെട്ടകം? ബലത്തിന്റെ പെട്ടകം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ബൈബിള് ഇപ്പം അതിൻ്റെ സബ്ജക്റ്റ് അല്ലെങ്കിലും ഞാനൊരു ദൂത് പറയുക. ആ പെട്ടകം ന്യൂ ടെസ്റ്റ്മെന്റിൽ ക്രിസ്തുവിനെ കാണിക്കുക. ഒരാമ്യം വരുന്നില്ല.
ഈ പെട്ടകത്തിനകത്ത് 3 കാര്യമുണ്ട് ബൈബിളും പ്രകാരം. അമ്മ എന്തൊക്കെയാണെന്നറിയാം? 1, നിയമത്തിൻ്റെ 10 കൽപ്പലകൾ എഴുതിയ 2 കൽപ്പലക. 2, അമ്മ അഹരോന്റെ തളിർത്ത വടി. 3, മന്ന ഇട്ടുവെച്ച പൊൻപാത്രം. ഹല്ലേലൂയ. ഇതിൻ്റെ സ്തോത്രം ഇരിപ്പിൻ്റെ ലെവലൊന്നും ഞാൻ പറയുന്നില്ല. കൽപ്പന പ്രകാരം നീ ജീവിച്ചാൽ അഹരോന്റെ വടി തളുത്ത പോലെ നീ തളിർക്കും. അങ്ങനെ തളിർത്ത് കഴിഞ്ഞാൽ മന്ന പൊഴിയുന്ന പോലെ നിനക്ക് അനുഗ്രഹങ്ങൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ 3 വെളിപ്പാട് ഇതിനകത്ത് പറയാനുണ്ട്. ഇനി ഒരു ദൂതൂടെ ഞാൻ പറയാം. ഈ പെട്ടകം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം വിടുതൽ നടന്നിട്ടുണ്ട്. എത്ര പേരാമയും പറയും? ഒരിക്കൽ പുരോഹിതന്മാർ ഈ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാന്റെ നടുക്കോട്ടിറങ്ങി നിന്നപ്പം, ഹല്ലേലൂയ, നിങ്ങൾക്കറിയാമോ, യോർദാൻ 2ആയി വഴിമാറി തന്നു. അങ്ങനെയാണ് ഈ പെട്ടകം വഴിയൊരുക്കുന്ന പെട്ടകമാണ്. ഗ്ലോറി ടു ഗോഡ്. ഈ പെട്ടകം എടുത്ത് തോളെ വെച്ചുകൊണ്ട് യെരിഹോവിൻ്റെ മതിൽ ചുറ്റിയിട്ട് ഒരാർപ്പ് വിളി നടത്തിയപ്പോൾ പടുകൂറ്റൻ മതിൽ ഇടിഞ്ഞു താഴെ വീണു. അങ്ങനെയാണ് ഈ പെട്ടകം വാഗ്ദത്തത്തിൻ്റെ തടസ്സങ്ങളെ പൊളിക്കുന്ന പെട്ടകമാണ്.